ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചേട്ടനേറ്റർ ഗെയിമർ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഒരു സ്റ്റീൽ ഇൻഗട്ട് ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ അല്ലാതെ ഇരുന്നതാണ് കുറച്ച് എൻ്റെ ഉണ്ടായിരുന്ന കോപ്പറും കോളും ഫോർച്യൂൺ വെച്ച് ഫോർച്യൂൺ പിക്കാക്സ് വെച്ച് ഇതാക്കി. പിന്നെ എന്തൊക്കെയോ ചെയ്തു അല്ലല്ലോ, അതൊക്കെ ഉള്ളു കാര്യമായിട്ട്. ഇന്നത് ഫുള്ള് സ്മെൽറ്റ് ചെയ്യാൻ പോവാം. 64. ഇന്ന് ഒബ്സീഡിയൻ എടുത്ത് നെതർ പോർട്ടൽ ഉണ്ടാക്കും. ഇപ്പം തൽക്കാലത്തേക്ക് ഇത് വെക്കാം, അതവിടെ ഇരുന്നാകട്ടെ. എന്തോ ഒന്ന് പറയാമെന്നല്ലോ. നൈറ്റ് ആയിരുന്നു. ഞാൻ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേണ്ടേ, ഞാൻ പിന്നെ ഇതിന് റൈഡ് ഇതാക്കി. അങ്ങനെ കുറച്ച് പില്ലേജറിനൊക്കെ ഇടിച്ച് XP ബോട്ടിൽ കളക്ട് ചെയ്തു. 47 ഞാൻ സേവ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇത് എൻ്റെ ഇപ്പോൾ പിക്കേക്സ് പൊട്ടാൻ എനിക്ക് മെൻഡ് ചെയ്യട്ടെ. ഇതൊന്നുമില്ല. അപ്പം എൻ്റെ ഉള്ള അയണൊന്ന് ഞാൻ ഇതാക്കട്ടെ. ഫോർച്യൂൺ വെച്ച് ഇതാക്കട്ടെ, മൈൻഡ് ചെയ്യട്ടെ. ഞാൻ എളുപ്പത്തിന് എന്നു വെച്ച് കഴിഞ്ഞാൽ ടവറാണൊക്കെ ഉണ്ടാക്കും. കാണിച്ചു തരാം. ഇങ്ങനെ ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോകും. എന്നിട്ട് ഫോർച്യൂൺ 3 വെച്ച് ഇങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് 3 എണ്ണം വെച്ച് കിട്ടും. ഇപ്പം 12 എണ്ണത്തിൽ നിന്ന് 24 എണ്ണം കിട്ടി. ഇതും കൂടെ അങ്ങ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാം, ബാക്കിയും കൂടെ എടുത്തിട്ട്. ബാക്കി ഉള്ള അയണെല്ലാം എടുക്കട്ടെ. കോളില്ലേ, ഇത്ര ഉള്ള തൽക്കാലത്തേക്ക്. അയൺ ഇതോടെ ഇരിക്കട്ടെ. ഇതിനകത്ത് ചാർക്കോൾ ഉണ്ടാക്കാൻ വെക്കാം. പോയി ഞാൻ കുറച്ച് മരം വെട്ടും. ഉണ്ടായിരുന്ന വില്ലേജറെല്ലാം ചത്തു. ഇപ്പോൾ 2 or 3 അങ്ങനെ ഉള്ളൂ. തൽക്കാലത്തേക്ക് കുറച്ച് മരം വെട്ടാം. എന്നിട്ട് ഇതെടുക്കുക, ഒബ്സീഡിയൻ. സോംബീസ് ഒന്നും കാണില്ല, കാരണം ഞാൻ മുന്നേ മൈനിങ്ങിന് അതുകൊണ്ട് ടോർച്ച് വെച്ചെല്ലാം വെട്ടം വെച്ചിട്ടുണ്ട്. ഹിറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ട് സോംബീസ് സ്പോൺ ആവില്ല. സോംബീസ് സ്കെലിറ്റൻ അതൊക്കെ. അതുകൊണ്ട് എളുപ്പത്തിന് ഒബ്സീഡിയൻ പോയി എടുത്തിട്ട് അങ്ങനെ ഞാൻ കുറച്ച് മരം വെട്ടിയിട്ട് കാണിക്കാം നിങ്ങളെ. ഞാൻ ഗൈസ് കുറച്ചോ 1.5 സ്റ്റാക്ക് മരം വെട്ടിയിട്ടാണ്. 1.5 സ്റ്റാക്ക് ആവാറായി. ആക്സും പൊട്ടാറായി. നമുക്ക് പോകണം, ഒരു അയൺ ഫാം ഉണ്ടാക്കണം. അതെന്തായാലും അടുത്ത പാട്ടിലാക്കാം. എല്ലാം ഒന്നിലൊന്നും ശരിയാക്കില്ല, ലെങ്ത്ത് കൂടും.
9 സ്റ്റീലിംഗ് കട്ട ഒരെണ്ണത്തിന്. തോന്നിയ സാധനങ്ങളാണ്. അപ്പം ഇവിടെ എത്രയായി നോക്കട്ടെ. 7 ആയിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ 13. ഇവിടെ 9 ഓക്കെ, അതിരുന്നതാകട്ടെ. എൻ്റെ കയ്യിൽ ഇനി എത്ര അയൺ ഉണ്ടാകുന്നതോ. എന്തായാലും ഇത്രയുണ്ട്, അത് വെച്ചേക്കാം. നമുക്ക് സ്റ്റീൽ വേണോ? വേണ്ട, ഇത്രയൊക്കെ മതി. അത് മൊത്തം ഇരുന്നാകട്ടെ. ഒന്നും കൂടെ. ഇനി നമുക്ക് എത്ര ഇതുണ്ടാക്കാമോ എന്തോ. ബിൽഡിങ്ങിൽ ഇതെങ്ങനെ ഉണ്ടാക്കണേ മറന്നും പോയി. ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കണേ മറന്നു പോയി. ഇവിടെയാണെന്ന് തോന്നുന്നു. അതാണ്ട് 2 എണ്ണം ഉണ്ടാക്കാമോ? ഇതില്ല, നമുക്ക് ഇതങ്ങോട്ട് വെക്കാം. ഹീറ്റഡ് അയൺ. സ്റ്റീലിംഗ് കട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. നോക്കാം. സ്റ്റീൽ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, 5 ചേർക്കോളൂ. ഇനിയും വേണം. ഇതിരുന്ന് സ്മെൽറ്റ് ആവട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും ഒബ്സിഡിയൻ എടുക്കാം. ഒബ്സിഡിയൻ ഇവിടെ ഒരു കേവ് ഉണ്ട്. അമ്മീ ചത്തോ? ഇല്ല. അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഇതാണ് കേവ്. എന്തെല്ലാം ടോർച്ച് വെച്ച് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ സോംബീസാണ്. ഇവിടെ അയണുണ്ട്. പിന്നെ എടുക്കാം. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്ലോസ് കിഡൊക്കെ ഇവിടെ വരുമോ? എല്ലാം കൊന്നേക്കാം. ആവശ്യം വരും. അതെങ്ങനെ കൊല്ലുന്നേ? അതിൻ്റെ ആക്സ് പോയി. ചത്തു. ഇനി അങ്ങോട്ട് ഏതൊക്കെയോ വഴിയുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും കുറച്ച് ഗ്രാനൈറ്റ് വേണ്ടി വരും, അത് ഉറപ്പാണ്. ഇതുവഴിയാണോ ഇത്? അമ്മേ, ഇത് ഫുൾ ഇരുട്ടാ. ഏത് വഴിയാണെന്ന് നോക്കട്ടെ അറിയോ. ഇത് വഴി താഴോട്ടോ? ഇതുവഴിയല്ലാന്ന് തോന്നുന്നു. ഇരുട്ടുള്ള വഴിയാണ്. പക്ഷെ ഞാനിവിടെ ടോർച്ച് വെച്ച് കാണണമല്ലോ. ഇതുവഴിയാണോ? ഇതുവഴിയാണെന്ന് തോന്നുന്നു. ഞാൻ ടോർച്ച് വെച്ച് പോയേക്കുന്നു. ഏതോ ഒരു വഴിയാണ്. വഴി മുകളിലോട്ട്. തന്നെ ഞാൻ കാണാൻ തോന്നുന്നു. കറക്റ്റാണെങ്കിൽ നമ്മൾ ലാവാ പൂളിൻ്റെ അവിടെ ചെന്നെത്തും. വലിയൊരു കേവായിട്ട്.
എൻ്റെ ഇൻവെൻട്രി ഫുള്ളാണോ? അല്ല. ഇപ്പം ലാപ്പിസ് എടുത്തേക്കാം, ആവശ്യം വരും. ഞാൻ അമ്മേ ഇത്ര ലാപ്പിസ്, 1.5 സ്റ്റാക്ക് ലാപ്പിസ്, 5 ഓറിന്നും കണ്ട് ഞാൻ മണ്ടനാണ്. ഇത് ഫോർച്യൂൺ 3 വെച്ച് മൈൻ ചെയ്തു. ഇതുവഴിയും കണ്ടായിരുന്നു. ഏതൊക്കെയോ വഴി പോകണം, അറിയാം എവിടെ എത്തുമെന്ന്. അയണൊക്കെ പിന്നെ എടുക്കാം. ഇങ്ങോട്ടാണോ അതോ എങ്ങോട്ടാണോ എന്തോ, എല്ലാം മറന്നു. ഇങ്ങോട്ടൊന്നും ഇല്ലാന്ന്. അല്ല, ഉണ്ട്. ഇങ്ങോട്ടാവാനാണ് ചാൻസ്. അതാ വലിയ കേവില്. എവിടുന്ന് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ? എൻ്റെ വാട്ടർ ബക്കറ്റ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, എവിടെയോ വെച്ചു. അങ്ങോട്ട് ചട വെക്കുന്നുണ്ടോ? അമ്മേ, പകുതി ഹെൽത്തും പോയി. ചാവല് ഇല്ല. നമുക്ക് എങ്ങോട്ടോ പോകണം. ഇവിടെ നിന്നാണ് എനിക്ക് ഡയമണ്ട് കണ്ടു കിട്ടിയത്. എങ്ങോട്ടൊക്കെയോ പോകണം. ഒരു വലിയ ലാഭ. അത് തന്നെ എത്തി. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കണം. ക്രൗച്ച് ചെയ്തിട്ട് അമ്മേ, ഞാൻ വെള്ളത്തിൽ കയറി. വെള്ളത്തിൽ കയറി. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, കുറേ ഉണ്ടാക്കാം. നമുക്കൊരു 16 അല്ല, കുറച്ചധികം വേണം. കൂടിപ്പോയ 20 എണ്ണം, ഇത്രയും വേണം. പോയി മണ്ടൻ. ഇവിടെ നിന്ന് എടുക്കാം. എത്ര എണ്ണമായി മൊത്തത്തിൽ? 17. ഇച്ചിരി കൂടെ ആണ്. ഇതിനകത്ത് ഇതിട്ടതുകൊണ്ട് ശരിയാണില്ല. ഓക്കെ, അത് മതി. അല്ലെങ്കിൽ ലാഭയ്ക്കകത്ത് ചെന്ന് കയറും. ഇനി തിരിച്ചു പോകണതാണ് പണി. വന്നേ ഏത് വഴിയുടെ? ഇവിടെ നിന്ന് കുറച്ച് ഇതും കൂടെ ഒക്കെ എടുത്തിട്ട് പോവാം. ഗോൾഡ് ഇവിടെ പോവാൻ ആവശ്യം വരും. നെതറിൽ ഏത് വഴിയുടെ ഞാൻ വന്നത്? ഇതുവഴി അങ്ങനായിരുന്നു. അമ്മേ, അങ്ങോട്ട് സോംബീസ് ആണ്. അങ്ങോട്ടൊന്നും ഞാൻ വഴി ലൈറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ആക്കിയിട്ട് കാണാം. മുകളിലോട്ടെത്തി. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ തിരിച്ചു വന്ന്. ഭയങ്കര പാടായിരുന്നു. 2-3 മിനിറ്റ് എടുത്തു തിരിച്ചു വരാൻ. എന്തായാലും കുറച്ച് ഒബ്സിഡിയൻ, 23 ഒബ്സിഡിയൻ ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്കൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കണോ അതോ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കണോ? ഞാൻ എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാം, അത് നല്ലത്.
നമുക്ക് എൻജോയ്മെൻറ്റ് കിട്ടുമല്ലോ. കിട്ടിയാൽ അതായിരുന്നു, എങ്കിൽ ഇല്ല. അതെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത്? ബുക്ക് വേണോ അതിന്? ഇങ്ങനെ ഇവിടെ ഒന്ന് ഡയമണ്ട് വേണോ അതിന്? നോക്കട്ടെ, വേണമെന്ന് തോന്നുന്നു. ഒന്നുണ്ടാക്കിയേക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കണേ? ബുക്ക് വേണോ അതിന്? ബുക്ക് എങ്ങനെ ഉണ്ടാക്കണേ? എൻ്റെ ലെതർ ഉണ്ടോ നോക്കട്ടെ. ലെതറില്ല. അപ്പം നമുക്ക് 2 പശുവിനെയൊക്കെ പോയി കൊന്നിട്ട് വരാം. അതാണ്ട പശു പറഞ്ഞിരുന്നതിന് മുന്നേ അവിടെ ഇരിക്കണേ ഒന്ന് ചാടി. എത്ര ലെതർ നോക്കണമല്ലോ. എനിക്ക് മുന്നേ ലെതർ കിട്ടിയിട്ടുണ്ട്, അതാ എനിക്കിപ്പോൾ അച്ചീവ്മെൻറ്റ് കിട്ടാത്ത. ഡോങ്കി, അതിനൊക്കെ ഒന്ന് ലെതർ കിട്ടുമോ എന്തോ നോക്കട്ടെ. അമ്മേ, ഏതാണ് സ്ഥലം? ഷീപ്പിനൊക്കെ ഒന്ന് ലെതർ കിട്ടണം, അതൊക്കെ വേണം. പക്ഷെ വൂളാണിത്. എവിടെയാണ് എന്തായിരുന്നത്? പോയോ? ഇതൊക്കെയോ ഇതൊക്കെ കവർ ചെയ്ത് വെക്കണം. ഏതൊക്കെയോ ഹോള്. അതൊക്കെ പശുവാണോ? നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. അതാ പശു അവിടെ നിന്ന് പശു അവിടെ നിൽക്ക്. പശു ഇത് കയറാൻ വെക്കാത്തേ. അപ്പം പശു എത്തി. അയൺ സോഡ് എത്ര? അതിനെത്ര എണ്ണം വേണം? കുറച്ച് 3 പേപ്പർ 6 ലെതർ. 3 ലെതർ ആയതേ ഉള്ളൂ. ഇതെന്തോ ഇങ്ങനെ ഒരു ലെതർ അങ്ങനെ വഴിക്ക് കിട്ടണില്ലല്ലോ. ഇതിപ്പോൾ എവിടുന്ന കിട്ടണേ ലെതറൊക്കെ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ, ലെതർ എവിടുന്ന കിട്ടണേ? മണ്ടനായിരുന്നു, നാണ്ട് ഇവിടെ കയറി അറിയായിരുന്നു. ഞാനിപ്പോഴാണ് അറിയുന്നത് ഇവിടെ ലൈബ്രറി ഉണ്ടെന്ന്. ഇവിടെ വന്നിട്ട് സാധാ കൈ വെച്ച് മൈൻ ചെയ്ത എത്ര ബുക്ക് കിട്ടും? 3 ബുക്ക് കിട്ടും. ഞാൻ ആലോചിച്ചില്ല അതിൻ്റെ കാര്യം. ഇപ്പോഴാണ് കണ്ടത്, ഇപ്പോഴാണ് അറിഞ്ഞത്. അല്ല, അതിന് ബുക്ക് വേണ്ടേ? അത് മറന്നും പോയി. ഞാൻ പോയി അതും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം. സിൽക്ക് ടച്ചിട്ട പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്യാക്കോ? സോ മെനി ക്വസ്റ്റ്യൻസ്. കണ്ടോ, ഇപ്പം ലെതറിൻ്റെ ആവശ്യം തീർന്നപ്പോൾ പശു വന്നു. നോക്കട്ടെ ആദ്യം ഒരെണ്ണം വെച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി 2 എണ്ണേ ഉള്ളൂ. നോക്കും. റോങ് ബട്ടൺ. ഇനി വല്ലതും ഈ ബുക്ക് ഷെൽഫ് അങ്ങനെ ഉണ്ടാക്കണേ. അതിന് പശു വേണം. അവിടെ ഉണ്ടായിരുന്ന മതിയായിരുന്നു. അവിടെ ഉണ്ടോ പശു? പശു ഇല്ല, എല്ലാം പോയി. ഉണ്ട്. ലെതർ കിട്ടിയോ? 1 ഉള്ളോ? ഈ ഷീപ്പിനെയൊക്കെ കൊല്ലുമ്പോൾ ലെതർ കിട്ടുന്ന സിസ്റ്റം വെക്കണം. അങ്ങനെയാണെങ്കിൽ സൂപ്പറായിരുന്നു. ഇനി ഷീപ്പ് ഇല്ല, മറ്റേ സാധനമുണ്ട്. ഡോങ്കിയോ? അത് കുതിരയാണോ? അത് ഡോങ്കിയല്ലേ? അവിടെ നിൽക്കോ? എന്തൊരു സൗണ്ട് അത്. 6. അപ്പം ഇനിയും വേണം, തോനെ വേണം. ബുക്ക് ഷെൽഫ് എങ്ങനെ ഉണ്ടാക്കുന്ന? 3 ബുക്ക്. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ബുക്കുള്ളത്? 2 ബുക്ക്. 2 ബുക്ക്
ഓ കാണുന്നില്ല, കണ്ടാൽ ലേറ്റായിപ്പോൾ. വല്ല ഹോഴ്സും ഉണ്ടോ എന്തോ, അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഹോഴ്സിനെയാണ് കിട്ടാത്തത്. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു സാഡിൽ, അത് മുകളിലങ്ങാണ്ട് വെച്ചേക്കുക, മുകളിൽ ചെസ്റ്റിലങ്ങാണ്ട. എന്തൊരു ഹോളുള്ള ക്രീപ്പറിനെ എല്ലാം കൊന്നേ. എല്ലാം ശരിയാക്കണം. സാൻഡ് ആവശ്യമില്ല. ഇവിടെ സീറ്റേട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നം. പശു അവിടെ നിൽക്ക്. പശു ലാം, ഈ വാണ്ടറിൻ്റെ ലാമ ഉണ്ട്. അതിനെ കൊന്നു കഴിഞ്ഞാൽ ലെതർ കിട്ടും. പക്ഷെ അത് ഭയങ്കര റെയറായിട്ടേ സ്പൂണാവും. അല്ല, എനിക്കൊരു ഐഡിയ കിട്ടിയല്ലോ. വീറ്റില്ല, അപ്പം ഐഡിയ വേണ്ട. തൽക്കാലം പശു ഇപ്പോൾ വേണ്ട. പശു ഈയും വേണം. ഇതാരാ? ആകെയുള്ള വില്ലേജറാ. വേറെ ഒരു വില്ലേജറും കൂടെ ഉണ്ടായി ബ്രീഡ് ചെയ്യായിരുന്നു. കുതിര കുതിര ഇനി വാ കുതിര. അല്ല, ഇനി ടൈമി ആക്കുമായിരുന്നു. നോക്കുമായിരുന്നു. ടൈമി ഇട്ടെ കുതിര. അച്ചീവ്മെൻറ്റ് കിട്ടിയില്ലല്ലോ. ഇതെന്താ എന്നെ ഇറക്കിയിടാത്തേ? ആഹാ, കുതിരയായി. ഞാൻ പോയി സാഡിലെടുത്തിട്ട് കേട്ടോ കുതിര. പശു അനങ്ങലും. പശു കൊന്നുകളയി, അല്ലല്ലേ കൊല്ലണം. ലെതറില്ല. കുതിര ഡീസ്പോൺ ആവാതിരുന്നാൽ മതി. ഞാൻ പെട്ടെന്ന് പോയി എടുത്തിട്ട് കേട്ടെ. ഡീസ്പോൺ ആവത്തില്ല, ഞാൻ ടൈം ചെയ്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡിൽ നെയിം ടാഗ് കിട്ടിയിരുന്നെങ്കിൽ പേരും ഇടായിരുന്നു. ഡീസ്പോൺ ആവല്ലേ 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 ആവല്ലേ. ഞാൻ എന്താ ഇതെടുത്തിട്ട് വരാം. അയ്യോ, അതെന്തിയേ? എവിടെ വെച്ച് മറന്നല്ലോ. കുറേ ചെസ്റ്റ് ഉണ്ട്. അമ്മയത് പോയോ? എന്തായാലും ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. എല്ലാം തീർന്നു അതിനകത്തായിരുന്നു. ക്രാഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാ? സൈഡിൽ പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്ത് വരണം. ഡീസ്പോൺ മതിരുന്നത് തേമയൊക്കെ തോന്നെ. പശുവിന് പിന്നെയും കൊള്ളാം. ഒരു കുതിര അവിടെ ഉണ്ടോ? അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ചെറിയ കുതിര ഡീസ്പോണായി. അതിനെ ടൈം ചെയ്തില്ലല്ലോ. അതിനെ ടൈം ചെയ്യാൻ ഒക്കൂല. ചാട് കുതിര. കുതിര സ്പീഡുണ്ടോ നോക്കട്ടെ. അത്യാവശ്യമുണ്ട്, എങ്കിലും അത്രയ്ക്കില്ല. അല്ല, സ്ലോയാ. റേസിംഗ് ടണൽ ഇതിനാണ് ഞാനിങ്ങനെ. കുതിര റെഡി. റിവേഴ്സ് എടുക്കട്ടെ. ഓക്കെ, കുതിര റെഡി. 1 2 3 സ്റ്റാർട്ട്. അത്യാവശ്യം കൊള്ളാം. ക്യാരറ്റില്ല, അതോ വീറ്റാണോ നിനക്ക് തരണ്ടേ? മല കയറും. ഞാനിപ്പോഴാണല്ലോ പറയുന്നത്. അയ്യോ, രാത്രി വന്നു. പെട്ടെന്ന് കുതിര ജീവൻ വേണം. അങ്ങനെ പെട്ടെന്ന് കയറും. മാറിക്കണ്ട് ഞാൻ പോണേ. എൻ്റെ ജീവൻ, എനിക്ക് ജീവൻ വേണം. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സോംബീസിൻ്റെ കളിയാണ്. കറക്റ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ സോംബി പോലെ സ്പോണാവില്ല. പെട്ടെന്ന് നൈറ്റ് ആവുക. ഇതെന്തോ നൈറ്റ് ആവാത്തേ? ഇതെല്ലാം നിറയെ പൊട്ടറ്റോ അല്ലേ? അപ്പം ബേക്കഡ് പൊട്ടറ്റോ ഉണ്ടാക്കാക്കോ. ബേക്കഡ് പൊട്ടറ്റോ നോക്കട്ടെ. എൻ്റെ കുതിര എപ്പോഴും. കുതിരയ്ക്ക് പേര് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുതിരയ്ക്ക് പേര് വല്ലതും ഇടണോ? നിൽക്ക് പശു. ചെറുതാ, വിടണോ? വേണ്ട. ലെതർ കിട്ടുമോ എന്തോ? അയ്യേ, ഒന്നും കിട്ടത്തില്ല. എക്സ് പോലും കിട്ടത്തില്ല. അതെല്ലാം കൊന്നില്ലേ? കുതിര എവിടെയാ?
ഓടി നടക്കരുത് പറഞ്ഞേക്കാം. എന്നിട്ട് എനിക്ക് വയ്യ. ഇവിടെ ഒന്നും ഒരൊറ്റ പശുവില്ല, എല്ലാം ഷീപ്പാണ്. ഞാൻ ഷീപ്പിനെയൊക്കെ തല്ലിക്കൊല്ലും. ഇവിടെ ഒന്നും ഒന്നിനെ കാണാനില്ല. കിട്ടിയ സമയത്ത് വന്നാൽ അറിയാൻ. അല്ല, അപ്പോൾ ഈ 2 വെച്ചെത്തണം കിട്ടും. വാ വരും കേട്ടോ. ഇനി എവിടെയെങ്കിലും പോയിക്കളാ. ചെസ്റ്റ് വെക്കാൻ നോക്കുമോ? നോക്കട്ടെ. ഇല്ല, അത് ഡോങ്കിക്കകത്ത് വെക്കും. എന്തായാലും മതിയല്ലോ. ഹോഴ്സ് ആർമർ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കുതിരയ്ക്ക് ആർമർ. അതാ കോഴിക്കുഞ്ഞോ എന്തോന്ന് കണ്ടല്ലോ അവിടെ. അതും എനിക്ക് തോന്നിട്ടോ. മാറ് കുതിര അങ്ങോട്ടോ. ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ നിന്നോണം, താഴെ അങ്ങനെ ചാടി കളയരുത്. ആകെയുള്ള കുതിര, വേറെ കുതിരയൊന്നുമില്ല. ഞാനിപ്പോൾ എന്താ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ വെച്ചതെന്തേ? അതെവിടെ എടുത്തോളാം. ഞാൻ ഉണ്ടാക്കിയില്ലേ? ഇല്ല. അതെങ്ങനെ ഉണ്ടാക്കണേ? അതോ ഞാൻ ഉണ്ടാക്കാനാണോ? എനിക്കൊരു ചെറിയൊരു ഇതുപോലെ ഡൗട്ട് പോലെ. അല്ലല്ല, ഉണ്ടാക്കിയില്ല. ഒന്നുണ്ടാക്കി. എന്തേ ഇങ്ങോട്ട് വാ. പിന്നെ വലിയൊരു എൻചാൻമെൻ്റ് ഏരിയ ഉണ്ടാക്കാം. തൽക്കാലത്തേക്ക് ഇത് ഇങ്ങോട്ട് തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല. ഇങ്ങോട്ട് തന്നെ ഇരിക്കട്ടെ. സൈഡിൽ ഒന്നിവിടെ ഒന്നിവിടെ. എത്ര ലെവൽ എൻചാൻമെൻറ്റ് കിട്ടും? സോഡ് ലെവൽ 3 എന്തൊക്കെ കിട്ടും? നോക്ക് ബാക്ക് 1 വേണോ? ഷാർപ്പ്നെസ് 1, സ്മൈറ്റ് 1 വേണ്ട. ഇതിനകത്ത് എന്ത് കിട്ടും? മെൻഡിങ് കിട്ടോ? നോക്കട്ടെ. ഒന്നുമില്ല. ഹോയ്ക്കകത്ത് കിട്ടുമോ? ഹോയ്ക്കകത്ത് കിട്ടും. എന്തോരാ? എഫിഷ്യൻസി 1, അൺബ്രേക്കിംഗ് 1. എനിക്ക് ഈ അൺബ്രേക്കിംഗ് 1 ഇതിനകത്ത് കിട്ടണം. നോക്ക് ബാക്ക് 1, ഷാർപ്പ്നെസ് 1. എനിക്ക് ഷാർപ്പ്നെസ് 1 പോയാവോ? എനിക്ക് മെൻഡിങ്ങാണ് വേണ്ടത്. മെൻഡിങ്. ഷാർപ്പ്നെസ് 1 ചെയ്തിട്ടുണ്ട്. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പശു കുതിര. സാധാരണ പശുവിന് ജമ്പ് ഹിറ്റാണെങ്കിൽ 1, നോർമൽ ഹിറ്റാണെങ്കിൽ 2 അല്ലേ? ഈ പശുവിനോ നോർമൽ ഹിറ്റ് 2 തന്നെയാണ്. ആവശ്യമൊന്നുമില്ല. പക്ഷേ കുറച്ച് ഇതാണ് പെട്ടെന്ന്. കുതിരയല്ല, പശു. ഈ ലൂട്ടിങ് സോഡിനകത്ത് ഇടാക്കുമോ? അപ്പോൾ പെട്ടെന്ന് പശുവിനെയൊക്കെ കൊന്ന് XP കളക്ട് ചെയ്ത്. XP ഭയങ്കര ആവശ്യമാണ്. XP ബോട്ടിലുണ്ട് എങ്കിലും എൻ്റെ കയ്യിൽ ഷുഗർ കെയിൻ ഉണ്ട്. ഞാൻ മുന്നേ കളക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഷുഗർ കെയിൻ പെട്ടെന്ന് കിട്ടി. ഈ ലെതർ ഫാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. എന്തായാലും നോക്കാം. ഇത് ഭയങ്കര പ്രശ്നം. ലെതറാണ് വേണ്ടത്. ഷാർപ്പ്നെസ് 1 ഉണ്ടെങ്കിലും ഇതില്ല. ഷെൽഫ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ആവശ്യമില്ലാത്ത സാധനം. പിന്നെ ചെസ്റ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുക. ഇതൊക്കെ എന്തിനാണോ എന്തോ. ഇതിങ്ങോട്ടൊക്കെ 5 ഗ്ലോസ് ഡായി. ഗ്ലോ എന്തിനാണ്? ഗ്ലോ ഇങ്ക് സാക്ക് അങ്ങനെ എന്തൊരു സംഭവം. ഇത് ചെസ്റ്റ് നിറഞ്ഞു. ഇതെടുക്കട്ടെ. അത് ഇതിനകത്തല്ലേ? ഷുഗർ കെയിൻ. എല്ലാം ഒന്നും പേപ്പറാക്കുന്നില്ല, കുറച്ചേ പേപ്പറാക്കുന്നു.
പേപ്പർ അങ്ങനെ ഉണ്ടാക്കണേ? അയ്യോ, ബെഡൊന്നും അല്ലേ. പേപ്പർ അങ്ങനെയാ? ഞാൻ നോക്കട്ടെ. പേപ്പർ എനിക്ക് തോന്നുന്നു എങ്ങനെയോ ഉണ്ട്. ഷുഗർ കെയിൻ 3 വെക്കണമല്ലേ? ഒരു 12 പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. ബുക്ക് എങ്ങനെയാ? ബുക്ക് ഇതിനകത്തല്ലേ? ബുക്ക് 3. ഇത്ര എളുപ്പമായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു നമുക്ക് എത്ര 5 ബുക്ക്. അപ്പോൾ ബുക്ക് ഷെൽഫിന് ഒന്നും കൂടെ. അപ്പോൾ ലെവൽ 4 ആവൂലേ? അപ്പം അത്ര എന്തിനൊക്കെ കിട്ടും? അതോ എൻജാൻറ്റ് ചെയ്തതുകൊണ്ട് കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഒരു അൺബ്രേക്കിംഗ് 1 എഫിഷ്യൻസി 1 നല്ലതൊന്നും ഇല്ലേ? അതെനിക്കൊന്ന് 15 ബുക്ക് വേണം ലെവൽ 30 വരെ പോവാൻ. ഷോട്ട് ഓൺ ലെതർ ഭയങ്കര ഷോട്ട്. പേപ്പർ പിന്നെ ഉണ്ടാക്കാം, കാരണം പേപ്പറിൻ്റെ ഫാം ഉണ്ടാക്കാമല്ലോ. ഷുഗർ കെയിൻ ഫാം. റെഡ് സ്റ്റോൺ ഉണ്ട്. ഷുഗർ ഫാം ഉണ്ടാക്കാൻ എൻ്റെ ഒരു ഫ്ലിൻ്റ് ഉണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഫ്ലിൻ്റ് ഇല്ല. കാണാം. എൻ്റെ കാണണം. എൻ്റെ കാണണം വരണം. നല്ല 2-3 കാണണം. ഇവിടെ ഗ്രാവലെടുത്തപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ നിർത്തും. ഫ്ലിൻ്റ് ഇല്ലേ? ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഫോർച്യൂൺ ഇട്ട് ഇല്ല. ഞാൻ ഷവലുണ്ടാക്കി അതിനകത്ത് ഫോർച്യൂൺ ഇട്ടോ നോക്കട്ടെ. ഷവലിന് വുഡില്ല, നല്ല സ്റ്റിക്കില്ല. ഒരു ഷവലിനകത്ത് ഫോർച്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിന് ഇത് കിട്ടും. ഇതിലൊക്കെയുണ്ട്. അൺബ്രേക്കിംഗ് 1, എഫിഷ്യൻസി 1, അൺബ്രേക്കിംഗ് 1. എന്തോ ഒന്നും ഇല്ലാത്ത തൽക്കാലത്തേക്ക് വേണ്ട. ഓക്കെ, ഇത് ചെയ്യാം. തൽക്കാലത്തേക്ക് വല്ല ഇതും കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് മെൻറ്റിങ് കിട്ടണമെങ്കിൽ പാർക്കോർ തന്നെ. പാർക്കോറിൻ്റെ ഇപ്പോൾ ഇവിടെ കാണണം കുറച്ച്. ഇല്ലടോ, ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇതെല്ലാം മൈൻ ചെയ്ത് കിട്ടിയാലേ അത്. ഇല്ലേ? ഇപ്പം എനിക്ക് ഇവിടുന്ന് പോവാക്കാതെ. ഇത് കുറച്ച് ലോങ് ആയിരിക്കും. എനിക്ക് 2 പാർട്ട്. ഇനി ഈ നെതർ പോർട്ടൽ 2 പാർട്ടാക്കി. ഫ്ലിൻ്റ് എന്താ എൻ്റെ കയ്യിൽ കിട്ടിയോ? കിട്ടി. 4 ഫ്ലിൻ്റ് അപ്പോഴേ കിട്ടി. അത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ കാണാഞ്ഞാണോ എന്തൊരു സംഭവം. സ്റ്റെപ്പ് വഴി കയറാം, അതാണ് ഇപ്പോൾ. എനിക്ക് വയ്യ ചുറ്റിപ്പോകാൻ. രാത്രിയാവുന്നുണ്ടോ എന്ന് സംശയം. രാത്രിയാവുന്നുണ്ട്. നമ്മളെ കുതിരയ്ക്കുള്ള പേര് നിങ്ങളെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ നെയിം ടാഗ് എങ്ങനെ ഉണ്ടാക്കുന്നേ? അതോ എൻ്റെ ക്വസ്റ്റ്യൻ.
എന്നെയും ഉണ്ടാക്കാക്കൂല. ഞാൻ ഇനിയിപ്പോൾ പോട്ട്. ലേറ്റാവുന്നു. നമ്മൾ ഷീൽഡ് എൻജാൻറ്റ് ചെയ്യാക്കോ. അപ്പം നമുക്ക് ബാനർ ഉണ്ടാക്കാക്കോ. കസ്റ്റം ഷീൽഡ് ഉണ്ടാക്കാക്കോ. അതൊന്ന് നോക്കട്ടെ. അല്ല എന്തോന്ന് സ്കിൻ ബാക്ക് RGB കളറ്. ഇതിനകത്ത് ഷീൽഡ് കിട്ടത്തില്ല. ഇത് കള്ളത്തരല്ലേ. ഷീൽഡൊക്കെ ഇതാക്കണ്ടേ. ഷീൽഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണം. ഇത് മാനുവലി കൊടുക്കണം. ഭയങ്കര പാടാണ്. ഒരയണിങ് കിട്ടും. നമ്മളിതാ നെതറിൽ പോകുമ്പം എന്തിനാ ഇതിങ്ങനെ എങ്ങോട്ടുണ്ടാക്കണം. പിന്നെ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് നല്ലൊരു സ്പേസ്. ഒത്തിരി അങ്ങോട്ടൊന്നും എനിക്ക് പോകണ്ട. സോ നമ്മൾ ഇങ്ങോട്ടുണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 3 എണ്ണമാണോ 4 എണ്ണമാണോ? ഇവിടെ അല്ല, പിന്നെ ഒന്നും വഴി വരാൻ പാടില്ല. എന്തായാലും 3 എണ്ണം വച്ചേക്കാം. അത് ഹൈറ്റ് കൂടിയോ? അല്ല, ഹൈറ്റ് കൂടി. ഇതാ പ്രശ്നം. ഡയമണ്ട് പിക്കാക്സ് മതി. മറ്റേ സംഭവം ഉണ്ടാക്കട്ടെ ഞാൻ. ഗോൾഡ് വെച്ചിട്ട്. ഇല്ലെങ്കിൽ എന്നെ തീർത്ത് കളയവന്മാർ. വീട് ഏതാ പോലും എനിക്കറിയാം. മിക്കവാറും നമ്മൾ വരുമ്പോഴത്തേക്ക് നൈറ്റ് ആവാനുള്ള ചാൻസ് വളരെ തോന്നിയാണ്. ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. കാരണം ഇത് ഭയങ്കര തീരെ ഇല്ല. എന്താ പേര് മറന്നു. ഗോൾഡ് ഞാൻ സ്മെൽറ്റ് ചെയ്തില്ലേ? അതോ ഇവിടെ വെച്ചേക്കണേ? ഇവിടെ വെച്ചേക്കണേ ഉള്ളൂ. എനിക്ക് തോന്നിയ ഗോൾഡൊക്കെ വേണം അവന്മാരോട്. ഇതൊക്കെ അവരോട് ട്രേഡ് ചെയ്യാൻ ഗോൾഡ് ആവശ്യം. ഇതെന്താ ഞാൻ കാണിക്കണേ? ഇവിടെ വല്ല കോളം ഉണ്ടോ നോക്കട്ടെ. നമ്മൾ ഹീറ്റഡ് സ്റ്റീല് കോള് ഞാൻ എടുക്കട്ടെ. ഇത് പെട്ടെന്ന് അല്ല, ഞാൻ എന്താ കാണിക്കണേ? ഞാൻ എന്താ ഇപ്പം ചെയ്യാൻ വന്നേ? എൻ്റെ ഇത് ഫുള്ളാണോ നോക്കട്ടെ. എൻ്റെ ഫുള്ള് ഇതാ. ഇപ്പം വേണ്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് ഇപ്പുറത്തെ വീട്ടിൽ മിക്കവാറും ഇത് 1 മണിക്കൂർ ലോങ് അങ്ങനെ ആയിരിക്കും. എനിക്ക് അത്രയ്ക്ക് പോകാൻ വയ്യ. ഇപ്പം നെതർ പോർട്ടൽ ഓപ്പൺ ആക്കണം. സോ ഞാൻ എന്താ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇൻവെൻട്രി പെട്ടെന്ന്. വുഡ് വേണ്ട, പിക്കാക്സ് വേണം, ബെഡ് വേണ്ട. ബെഡ് നെതറിൽ പൊട്ടിച്ചെറിയും. XP ഓട്ടിലൂടെയിക്കട്ടെ, ലാപ്പിസോടെയിക്കട്ടെ, സ്റ്റെയർ, ഗോൾഡ് എനിക്ക് ആവശ്യം. എന്തായാലും അത്യാവശ്യത്തിന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെതറായിട്ട് പിന്നെ ആദ്യം ഡയമണ്ട് ഇതൊക്കെ കിട്ടും.
ആദ്യം ഡയമണ്ട് ഇതാക്കട്ടെ. ഡയമണ്ട് ആർമർ അതില്ലാതെ ഇതാക്കാൻ ഒക്കൂലല്ലോ. അതില്ലാതെ ഒക്കത്തില്ല. കാരണം ഇതുണ്ട്. ഞാൻ വെച്ചു ഒന്ന് ഇതാക്കാൻ മറന്നു. എന്തായാലും ഞങ്ങൾക്ക് ബാക്കിയുള്ള ഗോൾഡും കൂടെ വെച്ച് ഇതാക്കാം. എന്താണ് എന്തെങ്കിലും ആക്കാം. ഇനി അതൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആക്കാം. ഫോർച്യൂൺ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 3 വെച്ചിട്ടു. 7 ഇത് കിട്ടി. 4 3 2 വെച്ച് കിട്ടും. അതാ പ്രശ്നം. ഇട്ടൊക്കെ ചെയ്യും. പ്രശ്നം കൊള്ളാം. അത് നല്ല ഫ്യൂച്ചറാണ്. റാൻഡംലി കിട്ടുന്നത് നല്ലതാണ്. ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യാക്കൂലല്ലോ. ഒരു ബൂട്ട്സ് ഉണ്ടാക്കാം. വെയർ ചെയ്തോ നോക്കട്ടെ. കൊള്ളാമോന്ന്. കൊള്ളാം. പോവാം. നെതറിൽ പോവാം. നെതർ പോർട്ടൽ ആദ്യം ഉണ്ടാക്കട്ടെ. എവിടെയാണ് ഞാൻ ഉണ്ടാക്കിയത്? ഇങ്ങോട്ടോ? ഇവിടെയോ? ഇല്ല, അവിടെ അല്ലല്ലോ. 1 2 3. അപ്പം അവിടെ വെച്ചത് തെറ്റ്. ഇത് മൈൻഡ് ചെയ്തെടുക്കോ? അല്ല, പിന്നെ ഇവിടെ കാണാൻ ഒക്കത്തില്ല. കറക്റ്റിന് വെച്ചോ? വെച്ചു. 1 2. ഭയങ്കര പാടാണ് ഇതൊക്കെ ഉണ്ടാക്കാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ആവശ്യമില്ലാത്ത ലീഡ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്തോട്ട് വേണം. ഞാനിപ്പോൾ ഒരു ടെസ്റ്റിംഗ് പർപ്പസിനാണ് നമുക്ക് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാൻ നോക്കും. നെതറിൽ ഭയങ്കര സൗണ്ടാണ് കേട്ടത്. ഭയങ്കര സൗണ്ട് തന്നെ. ഒരു ഹാപ്പി ഗസ്റ്റിനെ കണ്ടാൽ മതിയായിരുന്നു. ഹാപ്പി ഗസ്റ്റ് ആകുമ്പോൾ നമുക്ക് പറക്കാം. എനിക്കൊരു ഹാപ്പി ഗസ്റ്റിനാണ്. പക്ഷേ ഹാപ്പി ഗസ്റ്റിനാണ് സ്നോബോൾ വേണം. ഇതെന്താ കേവോ? അതാ വേറെ ഇവിടെ. ഗോൾഡൻ ക്യാരറ്റ് ഇങ്ങനെയാണല്ലേ ഉണ്ടാക്കുന്നേ? ഞാൻ മറന്നുപോയടേ. ഇപ്പം ക്യാരറ്റ് വേണം. ഇത് റോക്കറ്റ് കണക്കായിരിക്കും നമ്മൾ പോകാൻ പോണത്. അയൺ പിക്കാക്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇത്ര സ്പീഡിനാണ് പോണത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇത് വെച്ച് നോക്കട്ടെ. എന്തൊരു സ്പീഡ്! എപ്പം അങ്ങ് ചെന്നെന്ന് ചോദിച്ചാൽ മതി. നമ്മളിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാക്കി കൊണ്ടുപോകാൻ പോവാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് എല്ലാം സിൽക്ക് ടച്ച് വെച്ച് മൈൻഡ് ചെയ്യാൻ പോവാം. എനിക്ക് കോഡ്സിൻ്റെ നല്ല ആവശ്യമുണ്ട് ഒബ്സർവർ ഉണ്ടാക്കാൻ. സോ ഞാൻ കോഡ്സ് എടുക്കുകയാണ്. ഇപ്പം എനിക്ക് കോഡ്സിൻ്റെ നല്ലത് വേണം. ഇതെന്താ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഞാൻ ഇത് വെച്ച് മൈൻഡ് ചെയ്യുന്നുണ്ടാണോ എന്ന് അറിയാൻ വയ്യ. മൊത്തത്തിൽ ഒരു സ്പീഡ് എനിക്ക് അത്രയ്ക്ക് സ്പീഡ് ഇഷ്ടപ്പെടുന്നില്ല. ചുറ്റുപാടുള്ളതല്ല പറയാതെ അങ്ങ് ഇതാക്കുന്ന കണക്ക് പൊട്ടുന്ന കണക്ക്. എന്തോടെ ഇതങ്ങ് ഞാൻ എടുക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതങ്ങ് എടുത്തോ? ഭയങ്കര കുഴപ്പമാണല്ലോ. അതങ്ങ് എടുത്ത് ഞാൻ അടിക്കില്ല. എന്തെങ്കിലും ഇട്ടോ ഒന്നും അതില്ലേ. ഞാൻ 2 ഗോൾഡൻ കെട്ടിട്ട് തരണം തിരിച്ച്.
ഇങ്ങോട്ട് എടുത്തില്ലേ, അടുത്തു 6 എന്തെങ്കിലും എനിക്ക് തിരിച്ചു തന്നാൽ മതി പകരം. ഗായ്സ് എല്ലാവരും വരൂ. എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എനിക്ക് തരൂ. എൻ്റർപേൾ തരണം പറഞ്ഞേക്കാം. ഗ്രാമരോ എനിക്കെന്തിനത് താൻ വെച്ചിരുന്നാൽ മതി. ഫ്രണ്ട്ലി ആണോന്ന് അറിഞ്ഞൂടാ. എന്താ ലെതറോ? താങ്ക് യു. എൻ്റെ മനസ്സറിഞ്ഞു തന്നു. 8 ലെതർ. എന്താ കുറച്ചും കൂടെ ഇട്ട് തരാം. ചെന്ന് പോയി എടുത്തോളൂ. ചെന്നോളൂ. വേണ്ട, ഗോൾഡ് ഇങ്കട്ട് വേണ്ട. കണ്ടു. വെല്ലം തരണേ. ക്രൈ ഇതുണ്ടാക്കും അല്ലേ? എന്തെങ്കിലും തടേ. ഇത് തന്നെ ഉള്ളോ? വേറൊന്നും ഇല്ലേ? നല്ലതുപോലെ എന്താ? എന്താ സോൾ സാൻഡോ? എന്താ സംഭവം? സോൾ സാൻഡ് 8 നല്ലതുപോലെ എന്താ? ഒബ്സീഡിയൻ. താങ്ക് യു. എൻ്റെ മനസ്സറിഞ്ഞു തന്നത്. എന്തൊരു സൗണ്ട് അവരുണ്ടാക്കുന്ന, പേടി വന്നു. ഓക്കെ, ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. കോഡ്സ് എടുക്കുന്നു ഒബ്സർവർ ഉണ്ടാക്കാൻ. ഇതെന്തോ ഞാൻ വെയിൻ മൈനർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതാകുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം കിട്ടും. ആരാ ഹോളിൽ വീണത്? കൂർക്ക വലിക്കുന്നു. ആരോ ഉറങ്ങുന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നവന്മാർ. അവരുടെ പേരെന്താണ്? ഇത് മുന്നേ കളിച്ചിട്ടുണ്ടെങ്കിലും സർവൈവൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതെന്തോ സ്പിയറോ? നമുക്ക് അതൊക്കെ ഉപയോഗിക്കും. ഞാൻ അടിക്കുന്നില്ല, കാരണം തിരിച്ചടിച്ചാലോ. പാസീവാണോ അതോ അഗ്രസീവാണോ എന്ന് ദൈവത്തിനറിയാം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ഗോൾഡ് വേണം. അത് ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. നെതറിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിന് ഗോൾഡ് എടുക്കാൻ നോക്കും. അവന്മാർക്ക് ഞാൻ ഈ കോഡ്സ് എടുക്കുന്നതിന് കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല എന്തോ. അവരടിക്കുമോ? ഇതെന്താ? അടിക്കരുത്. ലെതറും തരുമോ അവർ? ഇത്രേ ഉള്ളോ വഴി? ഇവരിവിടെയൊക്കെ സ്പോണാവണോ? ഇവർ പാസീവാണോ? ദൈവത്തിനറിയാം കൊല്ലുമോ ഇല്ലയെന്നൊക്കെ. ചേട്ടാ, ഞാനിങ്ങോട്ട് മൈൻഡ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ എന്തിനോ കാണുന്നുണ്ട്. അമ്മേ, ഇതെന്താ സംഭവം? നെതറിൻ്റെ മറ്റേ സംഭവം സിൽക്ക് ടച്ച് ഇട്ടതെന്ന് ഞാൻ മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇത് നല്ല ആവശ്യം ലൈറ്റ് സോഴ്സായിട്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കാർപ്പറ്റ് വെക്കാം. റെഡ് സ്റ്റോൺ ലാമ്പ് ഇത് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അത് ഞാൻ മറന്നേ പോയി. എന്തുവാടേ ഇതെന്താ? വേറെ ഏതോ സ്ഥലത്തൊക്കെ എത്തി ഞാൻ. അയ്യോ, TNT എടുക്കാൻ മറന്നുപോയി. ഞാൻ തിരിച്ചു പോയി എടുത്തിട്ട് വരാം. ബോറാക്കാതിരിക്കാൻ ഞാൻ ഞാൻ എന്താ വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും 19 മിനിറ്റ് കാണും. നമ്മളെന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നെതറൈറ്റാണ് നോക്കുന്നത്. ഇതിനായിട്ട് നമ്മളിങ്ങനെ വയ്ക്കാം. ഒരു കുഴിച്ചിട്ട് ഞാൻ 2 സ്റ്റാക്ക് തന്നെയല്ലേ എടുത്തത്, അതോ 3 സ്റ്റാക്കോ? 3 സ്റ്റാക്ക് കൂടിപ്പോയി. ഞാൻ അറിഞ്ഞതുപോലും ഇല്ല ഞാൻ എത്ര എടുത്തതെന്ന്. കത്തിക്കണം.
കത്തിയോ കത്തി ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ഫയർ റെസിസ്റ്റൻ്റ് പോലും ഇല്ല. എനിക്ക് പോവാൻ ചെറിയൊരു വഴി ആരെങ്കിലും ഉണ്ടാക്കി തന്നെ. അവിടെ ഒരു TNT, 2 TNT ഇരിക്കട്ടെ. എക്സ്ട്രാ എക്സ്പ്ലോഷൻ. ഞാൻ എന്തിനാ അവിടെ നിറയെ കത്തിച്ചത്? അമ്മേ പൊട്ടി. അതാ ലാവ. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ലാവാണ്. എനിക്ക് പേടിയാണ്. നിറയെ XP. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സ്റ്റാക്ക് എടുത്ത് കളയാം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പോവാം. ലാവ സോഴ്സ് ഒബ്സിഡിയൻ വെച്ചല്ല, ഒബ്സിഡിയൻ വെച്ചാൽ എനിക്ക് നല്ല പണി കിട്ടും. അമ്മേ ലാവ ഇങ്ങോട്ട് വരരുത് ലാവേ. ലാവ സൈഡിൽ വെച്ചേക്കാം. അത്യാവശ്യത്തിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കാലത്തേക്ക് ഇങ്ങോട്ടാ നിൽക്കണേ. പൊട്ടിയോ? അത് കള്ളത്തരം. ഞാൻ വരുന്നത് നോക്കിക്കൊണ്ട് വന്നു. അത് കള്ളത്തരാണ്. കണ്ടോ? എനിക്കെന്തോ വെറുപ്പുള്ളണക്ക. ഇവിടെ നെതറിലായതുകൊണ്ട് പേടിക്കണ്ട, നല്ല ലൈറ്റാ. റോഡ് ഓടും. ഇപ്പോൾ പൊട്ടും. ഈ ലാവ അതാ പ്രശ്നം. അങ്ങനെ റീച്ച് ചെയ്യാൻ നോക്കൂ. എല്ലാവരും ഞാൻ നിർത്തിയിട്ടുണ്ട്. എൻ്റെ XP ലെവലൊന്നും എടുത്ത് കളയാതിരുന്നാൽ മതിയായിരുന്നു. മാറിയിക്ക് ഇങ്ങോട്ട്. ആഹാ എന്തൊരു XP. ഇത് കഴിഞ്ഞിട്ട് നെതർ പോർട്ടലാണ് പിടിക്കുന്നത്. അതോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് സൂത്രം കാണിച്ചിട്ടേ. അത് എനിക്ക് തോന്നുന്നതാണോ അതോ ഡിലീറ്റ് ചെയ്ത് പൊട്ടിക്കണം. എന്നിട്ട് ഓടിച്ചെന്ന് കണ്ടോ? അതെന്തോ കാണുന്നില്ല. എന്തോ എക്സ്റേ ആണൊക്കെ കണ്ടോ? അല്ലല്ല, അത് എന്തൊരു ഹോളാണ്. എന്തൊരു സ്പീഡിൽ ഞാൻ മൈൻ ചെയ്യുന്നു. ലാവ ചത്ത്. എൻ്റെ സാധനം എല്ലാം പോയി. അമ്മേ ഞാൻ നിർത്തി പോണ്. ഞാൻ പോണല്ല എന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം.